നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവരാവകാശ രേഖയിൽ തെറ്റായ വിവരം. തൃക്കരിപ്പൂർ പഞ്ചായത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി BJP. രണ്ടാം ബർദോളിയിലെ സ്വാതന്ത്ര്യ സമര സ്മരണകൾ അനാഥമാവില്ല. പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇനി സംരക്ഷിത സ്മാരകം. ഏഴിമല നാവിക അക്കാദമി 89ാമത് ബാച്ച് പുറത്തിറങ്ങി. മാടായിപ്പാറ സംരക്ഷണത്തിനായി ഇരുമ്പുവേലി ഒരുങ്ങുന്നു. പാട്ടുത്സവ നിറവിൽ ക്ഷേത്രങ്ങൾ, രാവുകൾ പകലുകളാക്കി ഭക്തർ. സുമനസുകളുടെ സഹായം കാത്ത് ആലപ്പടമ്പ് കുണ്ട്യത്തിലെ സുധാമണി. വാർത്തകൾ വിശദമായി. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട രേഖയിൽ തെറ്റായ വിവരം നൽകിയെന്ന പരാതി. തൃക്കരിപ്പൂർ പഞ്ചായത്തിനെതിരെ BJP നേതാവ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. ടൗണിന്റെ തെക്കുഭാഗത്ത് സ്വകാര്യ വ്യക്തികൾ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് വിവാദവും നിയമക്കുരുക്കും ഉണ്ടാക്കുന്നത്. കെട്ടിടത്തിന് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന് പഞ്ചായത്ത് അനുമതി പത്രം നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് T ഗംഗാധരൻ വിവരാവകാശ നിയമപ്രകാരം ആരാഞ്ഞത്. കഴിഞ്ഞ മാസം 6-ന് നൽകിയ അപേക്ഷയിൽ അതേ മാസം 21-ന് പഞ്ചായത്ത് വിവരാവകാശ ഓഫീസർ നൽകിയ മറുപടി അനുമതി നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ KSEB സെക്ഷൻ ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ നിലവിലുള്ള തൂണിൽ നിന്നും കണക്ഷൻ കൊടുക്കുന്നതിന് പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകിയതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുതരമായ കൃത്യവിലോപവും കെട്ടിടോടമയെ വഴിവിട്ട് സഹായിക്കാനുള്ള ചിലരുടെ നീക്കവുമാണ് ഇതിനു പിന്നിലെന്നും ഗംഗാധരനും മറ്റ് BJP നേതാക്കളും കുറ്റപ്പെടുത്തുന്നു. വിപുലീകരണ പദ്ധതികൾക്കായി പൊന്നും വില കൊടുത്ത് സ്ഥലം ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രവർത്തനങ്ങളൊക്കെ വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള വൈദ്യുതി വലിക്കുന്നത് പിന്നിലുള്ള ഗൂഢശ്രമങ്ങൾ ഏറെ നമ്മളേവരും ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിൽ വൻ അഴിമതി ഈ വിഷയം വന്നിട്ട് നടന്നിട്ടുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ്. മാത്രമല്ല, അപേക്ഷ നൽകി 2 ദിവസത്തിനകം കണക്ഷൻ നൽകാൻ കാണിച്ച ധൃതിയും അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സ്വാതന്ത്ര്യ സമര ചരിത്ര സ്മരണകൾ ഉണർത്തുന്ന പയ്യന്നൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം സംരക്ഷിത സ്മാരകമായി കേരള സർക്കാർ പ്രഖ്യാപിച്ചു. 105 വർഷം പഴക്കമുള്ള ഈ കെട്ടിടം ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന മ്യൂസിയമാക്കണമെന്ന ആഹ്വാനത്തിന് ഇതോടെ പ്രസക്തിയേറുകയാണ്. 1910-ൽ പണിതതും മലബാറിലെ സ്വാതന്ത്ര്യ സമര കർഷക സമര പോരാട്ടങ്ങളുടെ ചരിത്ര സാക്ഷിയുമായ കെട്ടിടം സംരക്ഷിത സ്മാരകമാകുന്നത് പയ്യന്നൂരിലെ നിരവധി സംഘടനകളുടെ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ്. ഇന്തോ യൂറോപ്യൻ മാതൃകയിൽ നിർമ്മിച്ചതും 2 നടുത്തളങ്ങളും 12 സെല്ലുകളും അടങ്ങുന്ന 8 കെട്ട് മാതൃകയിലാണ് കെട്ടിടം നിർമ്മിച്ചത്. നേരത്തെ പ്രവർത്തിച്ചിരുന്ന പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഇവിടെ ഇപ്പോൾ രജിസ്ട്രാർ ഓഫീസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ കാലപ്പഴക്കം ബാധിച്ച ഈ കെട്ടിടം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ പയ്യന്നൂരിലെ വിവിധ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭത്തെ തുടർന്ന് ആർക്കിയോളജി വകുപ്പ് ഇടപെട്ട് പൊളിക്കൽ നിർത്തിവെക്കുകയായിരുന്നു. തുടർന്നാണ് സർക്കാർ നിരവധി പരിശോധനകൾക്ക് ശേഷം കെട്ടിടത്തെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച് സെപ്റ്റംബറിൽ വിജ്ഞാപനം ഇറക്കിയത്. എന്നാൽ വിജ്ഞാപനം വന്ന് 2 മാസത്തിന് ശേഷം പ്രാബല്യം ലഭിക്കുന്നുവെന്നതിനാൽ ഇപ്പോഴാണ് കെട്ടിടത്തിന് സംരക്ഷിത പദവി കൈവരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലീസ് സ്റ്റേഷനായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുന്നിലുള്ള കൊടിമരത്തിന്റെ മുകളിൽ കയറി സ്വാതന്ത്ര്യ സമര ഭടന്മാർ യൂണിയൻ ജാക്ക് താഴ്ത്തി ദേശീയ പതാക ഉയർത്തിയ സംഭവം അന്ന് ദേശീയ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കിയിരുന്നു. സെല്ലുകളിൽ ഭീകരമർദ്ദനത്തിനിരയായ മുനിയംകുന്നിലെ സമരഭടന്മാർ കരിക്കട്ട കൊണ്ട് ചുമരിൽ കുറിച്ചിട്ട എഴുത്തുകൾ ഇപ്പോഴും കാലം മായ്ക്കാതെ ഇവിടെ കാണാം. നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പയ്യന്നൂരിലെ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം കാലങ്ങളായി തകർച്ചയെ നേരിടുകയാണ്. വൈകിയെങ്കിലും
ഇത് ചരിത്ര സ്മാരകമായി പ്രഖ്യാപിക്കാൻ അധികൃതർ തയ്യാറായതിൽ ആഹ്ലാദിക്കാൻ വകയുള്ളതാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. 330 പേർ കൂടി നാവികസേനയുടെ ഭാഗമായി. പുതിയ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഏഴിമല നാവിക അക്കാദമിയിൽ നടന്നു. സൗഹൃദ വിദേശ രാജ്യങ്ങളിലെ 6 കേഡറ്റുകൾ ഉൾപ്പെടെ 330 കേഡറ്റുകളാണ് പുതുതായി നാവികസേനയുടെ ഭാഗമായത്. ഏഴിമല നേവൽ അക്കാദമിയിലെ 89ാമത് ബാച്ചാണ് വ്യാഴാഴ്ച പുറത്തിറങ്ങിയത്. 330 പേരിൽ 21 പേർ വനിതാ കേഡറ്റുകളാണ്. ബിടെക്, MSc കോഴ്സുകളിലെ ബിരുദധാരികളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഏഴിമല നേവൽ അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പാസിംഗ് ഔട്ടിൽ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ RK ധവാൻ അഭിവാദ്യം സ്വീകരിച്ചു. നേവിയിൽ ഭാഗമാകുന്നതോടെ കേഡറ്റുകൾ രാജ്യത്തോട് കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറുന്നു. സമൂഹത്തിനും രാജ്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാവണം ഓരോ കേഡറ്റിന്റെയും ഔദ്യോഗിക ജീവിതം. പുതിയ സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് അഡ്മിറൽ RK ധവാൻ അഭിപ്രായപ്പെട്ടു. And whenever you're faced with a dilemma or whether you can or cannot, your approach should be, yes, I can. Your alma mater, the academy, is proud of you. Your parents are proud of you. The Navy and the Coast Guard is proud of you. Indeed, the entire nation is proud of you. വൈസ് അഡ്മിറൽമാരായ സുനിൽ ലാംബ, അജിത് കുമാർ P തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് പഠന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകളായ അരുൺ ബാലാജി, ദർശിത ബാബു എന്നിവർക്കുള്ള സ്വർണ്ണ മെഡലുകളുടെ വിതരണവും നടന്നു. കേഡറ്റുകളുടെ രക്ഷിതാക്കളും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങ് വീക്ഷിക്കാനെത്തിയത്. देवियों एवं सज्जनों, वह महत्वपूर्ण पल जिसका हम सभी को इंतजार था, अब മാടായിപ്പാറയിലെ അനധികൃത കയ്യേറ്റങ്ങൾ തടയാൻ കമ്പിവേലി. 5 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വേലി നിർമ്മാണം പുരോഗമിക്കുന്നു. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ അനുദിനം കയ്യേറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. 350 ഏക്കറോളം വരുന്ന മാടായിപ്പാറ സസ്യ ജൈവ വൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമാണ്. മാടായിപ്പാറ സംരക്ഷിക്കണമെന്ന ജനങ്ങളുടെ ഏറെക്കാലത്തെ മുറവിളിക്ക് ശേഷമാണ് കമ്പിവേലി കെട്ടാൻ അധികൃതർ തീരുമാനിച്ചത്. വ്യാഴാഴ്ച രാവിലെ മുതൽ പ്രവൃത്തിക്ക് തുടക്കമായി. ഫണ്ടിന്റെ അപര്യാപ്തത കാരണം 1500 മീറ്റർ നീളത്തിലാണ് ആദ്യഘട്ടം വേലി കെട്ടുക. മാടായിപ്പാറയിൽ വാഹനങ്ങൾ കയറുന്നത് തടയുക എന്നതാണ് വേലി കെട്ടുന്നതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മാടായിക്കാവ് ക്ഷേത്രം മാനേജർ നാരായണപ്പിടാർ പറഞ്ഞു. മാടായിക്കാവ് ദേവസ്വത്തിൻ്റെ ക്ഷേത്രഭൂമി സംരക്ഷണ ഭാഗമായി മാടായിപ്പാറയിൽ കമ്പിവേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷേത്രഭൂമി കയ്യേറ്റവും മറ്റുള്ള അനാശാസ്ത്രങ്ങളും വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതിയുമായിട്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ ബാക്കിയുള്ള മിക്ക സ്ഥലങ്ങളിലും ഇതേമാതിരിയുള്ള പ്രവർത്തനം ആയി മുന്നോട്ട് പോകാൻ കൊണ്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അനുദിനം വർദ്ധിച്ചു വരുന്ന മാടായിപ്പാറ കയ്യേറ്റം തടയാൻ ദേവസ്വത്തിന്റെ വേലികെട്ടൽ ചെറിയ രീതിയിൽ ആശ്വാസം പകരുമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് തുടക്കം കുറിച്ച് ദീപശിഖ സ്റ്റേഡിയത്തിലെത്തി. മേളയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് DYSP ഹരിചന്ദ്രൻ നായിക് വെള്ളിയാഴ്ച നിർവഹിക്കും. രണ്ടു നാളുകളിലായി കാലിക്കടവ് പിലിക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് കാസർഗോഡ് റവന്യൂ ജില്ലാ കായികമേള നടക്കുന്നത്. മേളയ്ക്ക് തുടക്കം കുറിച്ച് ദീപശിഖ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് സ്റ്റേഡിയം പരിസരത്തെത്തിയത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ ദീപശിഖ ഏറ്റുവാങ്ങി. AEO പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷനായി. കഴിഞ്ഞ വർഷം മേള നടന്ന കാസർഗോഡ് BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ദേശീയ താരങ്ങളായ പ്രഗത്ഭ അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ദീപശിഖ സ്റ്റേഡിയത്തിലെത്തിയത്. മേളയുടെ ആധീനമായ ക്രോസ് കൺട്രിയും വ്യാഴാഴ്ച നടന്നു. ഇത്തവണ ആദ്യമായി 400 മീറ്റർ ട്രാക്കിലാണ് മത്സരം നടക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ പാട്ടുത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിച്ചു. യോഗി
ദേവി ഗുരുക്കൾ നടത്തിയ ഗണപതി ഹോമത്തോടെയാണ് അന്നൂർ തലയനേരി പൂമാല ഭഗവതി കാവിൽ 7 നാൾ നീണ്ടുനിൽക്കുന്ന പാട്ടോത്സവത്തിന് തുടക്കമായത്. സന്ധ്യാദീപം കൊളുത്തിയതോടെ ക്ഷേത്ര പരിസരത്ത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ കാർത്തിക ദീപം തെളിയിച്ചു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ അടിയന്തര കർമ്മം നടന്നു. തുടർന്ന് തിരുവായുധങ്ങൾ പാട്ടുകൂട്ടിലേക്ക് എഴുന്നള്ളിച്ചു. നിവേദ്യ സാധനമായ ഉണങ്ങലരി കണിശന് നൽകി പാടാനുള്ള സമ്മതം നൽകി. കണിശൻ അഥവാ ഗണകന്മാർ ദേവിയുടെ ആഗമന കഥ ചൊല്ലിപ്പാടി. തെയ്യം പാട്ടുപാടി ആരാധന നടത്തി. തുടർന്ന് വാദ്യമേള എഴുന്നള്ളത്ത് നടന്നു. ഇനി വരവറിയിപ്പ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുതിയ സാരഥികളായി. നെറ്റ്വർക്ക് ചാനൽ ബ്യൂറോ പരിധിയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരോട് ഒറ്റ ചോദ്യം: ഈ പഞ്ചായത്തിൽ താങ്കൾ ഏറ്റവും ആദ്യം പരിഹരിക്കാൻ തീരുമാനിച്ച വിഷയം എന്താണ്? ഇതിനോടുള്ള ഭരണാധികാരികളുടെ പ്രതികരണമാണ് ഈ പങ്ക്തിയിൽ. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉഷയാണ് വരവറിയിപ്പിൽ ആദ്യം. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ ഭരണസാരഥികൾ കൈക്കൊണ്ട നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ ഭരണസമിതി നിർത്തിയെടുത്തു നിന്നും ഈ പുതിയ ഭരണസമിതി 5 കൊല്ലം നല്ല രീതിയിലൊരു ഭരണം നടത്താൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ കാർഷിക മേഖലയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് തരിശുരഹിത പഞ്ചായത്തായി മാറ്റാനും, അതേപോലെ തന്നെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പശ്ചാത്തല മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കിട്ടാവുന്ന ഫണ്ടുകളൊക്കെ വാങ്ങിക്കൊണ്ട് റോഡിൻ്റെ വികസനത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ പിന്തുണയോടുകൂടി നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി ഈ ഭരണസമിതി പരമാവധി ശ്രമിക്കും എന്നാണ് പറയാനുള്ളത്. പയ്യന്നൂരിലെ റോഡിന്റെ ശോച്യാവസ്ഥ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ഡിസംബർ 20 മുതൽ വ്യാപാരികൾ കടകളടച്ച് റോഡ് ഉപരോധ സമരം നടത്താൻ ചേംബർ ഓഫ് കൊമേഴ്സ് യോഗത്തിൽ തീരുമാനം. പ്രസിഡന്റ് KU വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വി നന്ദകുമാർ, MB തിലകൻ, VP സുമിത്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ സാരഥികൾ എത്തുമ്പോഴേക്കും മാടായി പഞ്ചായത്തിലെ വാഹനങ്ങൾ കട്ടപ്പുറത്ത്. തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപാണ് വാഹനങ്ങൾ പണിമുടക്കിയത്. മാടായി പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നപ്പോഴേക്കും പഞ്ചായത്ത് വാഹനം കട്ടപ്പുറത്ത്. ഇലക്ഷന് 2 നാൾ മുമ്പാണ് വാഹനത്തിന് പണി കിട്ടിയത്. 2000 രൂപ വരെയുള്ള വർക്ക്ഷോപ്പ് പ്രവൃത്തി സെക്രട്ടറിയുടെ അനുവാദത്തോടെ നടത്താമെങ്കിലും കാര്യമായ തകരാറായതിനാൽ ഗവൺമെന്റ് വർക്ക്ഷോപ്പിൽ തന്നെ കാണിക്കണം. 10 വർഷം പഴക്കമുള്ള ബൊലോറ വാഹനമാണ് സാരഥികൾക്ക് വഴിമുടക്കി നിൽക്കുന്നത്. ഇത് കാരണം സമയത്തിന് പല പരിപാടികളിലും പ്രസിഡന്റിന് എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒന്ന് കണ്ണോടിക്കണമെങ്കിൽ സ്വന്തം വാഹനം പിടിച്ചു പോകേണ്ട അവസ്ഥയാണിപ്പോൾ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും. എന്തുതന്നെയായാലും പുതിയ വാഹനത്തിന് വേണ്ടി ഗവൺമെന്റിന് അപേക്ഷ നൽകാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് തല കേരളോത്സവം ഡിസംബർ 2 മുതൽ 6 വരെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കും. സംഘാടക സമിതി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു. അത്ലറ്റിക് മത്സരങ്ങൾ ഡിസംബർ 5-ാം തീയതി കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ വെച്ചും സ്റ്റേജ് ഇതര ഇനങ്ങൾ ഡിസംബർ 4-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ചും നടക്കും. സ്റ്റേജ് ഇന മത്സരങ്ങൾ ഡിസംബർ 6-ന് രാമന്തളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുക. ഗെയിംസ് ഇനങ്ങളിൽ വോളിബോൾ ഡിസംബർ 2-3 തീയതികളിൽ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ പുത്തൂരിലും, ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരം അന്നേ ദിവസം കരിവള്ളൂർ A1 ക്ലബ്ബ് ഇൻഡോർ സ്റ്റേഡിയത്തിലും നടക്കും. ക്രിക്കറ്റ് 2020, ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ ഡിസംബർ 2-3 തീയതികളിൽ പയ്യന്നൂർ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കബഡി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലും നീന്തൽ കോഴിച്ചാലിലും ഡിസംബർ 2-3 തീയതികളിൽ നടക്കും. ഫുട്ബോൾ, വടംവലി, ചെസ്, പഞ്ചഗുസ്തി മത്സരങ്ങൾ ഡിസംബർ 2-3 തീയതികളിൽ കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടക്കും. സംഘാടക സമിതി ചെയർമാനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലനെയും കൺവീനറായി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ PM രാജീവനെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, യൂത്ത് കോർഡിനേറ്റർമാർ, സ്പോർട്സ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കലാമത്സരങ്ങളുടെ സംഘാടക സമിതി യോഗം നവംബർ 30-ന് വൈകുന്നേരം 4 മണിക്ക് രാമന്തളി ഗ്രാമപഞ്ചായത്തിലും, കായിക മത്സരങ്ങളുടെ സംഘാടക സമിതി യോഗം ഡിസംബർ 28-ന് വൈകുന്നേരം 4 മണിക്ക് കാങ്കോൽ കലാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിസരത്തും ചേരും. ഇരുവൃക്കകളും തകരാറിലായ യുവതി ചികിത്സാ സഹായം തേടുന്നു. ആലപ്പടമ്പ കുണ്ട്യത്തിൽ സുധാമണിയാണ് സുമനസുകളുടെ സഹായം തേടുന്നത്.
കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ആലപ്പടമ്പ് വില്ലേജിൽ കുണ്ടിത്തടത്തിൽ തെക്കടവൻ വീട്ടിൽ രാഘവന്റെയും സതിയുടെയും മകൾ സുധാമണി 2 വൃക്കകളും തകർന്ന് കിടപ്പിലാണ്. നിർധനരായ ഈ കുടുംബം സുധാമണിയെ ചികിത്സിക്കുവാനാകാതെ വിഷമിക്കുകയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യണം. കൂലിപ്പണിക്കാരനായ ഭർത്താവും 2 പെൺമക്കളും അടങ്ങുന്നതാണ് സുധാമണിയുടെ കുടുംബം. വൃക്ക മാറ്റിവെക്കൽ മാത്രമാണ് ശാശ്വതമായ പരിഹാരമെന്നാണ് വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. പക്ഷേ ലക്ഷങ്ങൾ വേണ്ടിവരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ. 2 മാസമായി അസുഖം ബാധിച്ചിട്ട്. ഇപ്പം മംഗലാപുരത്ത് 1 മാസം കഴിയുമ്പോൾ പോകണം. പിന്നെ പയ്യന്നൂർ ഡയാലിസിസ് ചെയ്യുന്നുണ്ടോ, 1 ആഴ്ചയിൽ 3 പ്രാവശ്യം മുകുന്ദേന്ന്. മറ്റു വഴികളൊന്നുമില്ലാതെ ഉദാരമതികളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. സഹായം നൽകാൻ താൽപ്പര്യമുള്ളവർ 9495722815 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അർദ്ധരാത്രി പോലീസ് സംഘം നടത്തിയ അതിക്രമത്തിൽ തോളല് തകർന്നു, മാനസികമായി തകർന്നു. ആശുപത്രി കിടക്കയിൽ 13കാരൻ. ചെറുപുഴയിലെ പലേരി മോഹനന്റെ മകൻ സൂരജാണ് വേദനയിൽ കഴിയുന്നത്. ചെറുപുഴ സെമിത്തേരി നിർമ്മാണത്തിനെതിരെ നടന്ന സമരത്തിന്റെ പേരിൽ BJP നേതാവായ പാലേരി മോഹനന്റെ വീട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 1 മണിയോടെയാണ് പോലീസ് സംഘം എത്തിയത്. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കയറിയ പോലീസ് സംഘം മോഹനനെ പിടിക്കുന്നതിനിടെ മോഹനനെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്ന മകൻ സൂരജിനെ ബൂട്ട് കൊണ്ട് ചവിട്ടിയതായാണ് വീട്ടുകാർ പറയുന്നത്. അക്രമത്തിൽ തോളല് പൊട്ടി സൂരജ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. സംഭവം കഴിഞ്ഞ ദിവസങ്ങളായിട്ടും സൂരജിന് ഓർമ്മ വീണ്ടെടുക്കാൻ പറ്റാത്ത നിലയിലാണെന്നും വീട്ടുകാർ പറയുന്നു. വാതിൽ ചവിട്ടി തുറന്നിട്ട് 1 മണിക്ക് അവരകത്ത് കയറി. കസേല മറിഞ്ഞു വീഴുമ്പോൾ നമ്മൾ അറിയുന്നു. പിന്നെ അവർ പിന്നെ ചാടി സ്റ്റെയർ കയറി നമ്മളെ മുമ്പിലെത്തി. നാടും അച്ഛനും നിന്നെ പിടിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നിന്നെ എങ്ങനെയായാലും നമുക്ക് പിടിച്ചോണ്ട്, ഞാനിപ്പം വരില്ല, രാവിലെ വരാറുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ രാവിലെ എത്തായി. ഞാനൊരു തെറ്റും ചെയ്തിട്ടായിരുന്നു. എന്തായാലും നിന്നെ കെട്ടിയിട്ടിട്ടായാലും കൊണ്ടുപോകുന്ന പറഞ്ഞ് നമ്മയെല്ലാം വെച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം തള്ളിയിട്ട് മർദ്ദിച്ചു. മോനെയും എല്ലാം പിടിച്ച് ചവിട്ടി കൂട്ടുകൊണ്ടെല്ലാം ചവിട്ടിയിട്ട് മോനിപ്പോൾ ഇരുന്ന് ഇത് മാറിയിട്ട് പേടിയിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. ഇപ്പം കൗൺസിലിംഗ് ചെയ്തിട്ട് ആ ഒരു ഇതിൽ വന്നിട്ടാ. മാനസികമായി തകർന്ന സൂരജിനെ ഇതിനിടെ കൗൺസിലിംഗിനും വിധേയനാക്കി. പെരിങ്ങോം CRPF കേന്ദ്രീയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംഭവത്തിൽ ചൈൽഡ് ലൈനിലും വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. ചെറുപുഴ സംഭവ ദിവസം തന്റെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ക്ഷേത്രത്തിലായിരുന്നുവെന്നും ഭാര്യ സുമതിയും പറയുന്നു. ഉന്നതർക്ക് പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും വീട്ടുകാർ അറിയിച്ചു. പഴയങ്ങാടി എരിപുരം അപകടവളവിൽ പോലീസ് പരിശോധന പതിവാകുന്നു. പോലീസിനെ പേടിച്ച് വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്കിടുന്നത് അപകടത്തിന് ഇടയാക്കുന്നുണ്ട്. ഹെൽമറ്റ് വേട്ട ലക്ഷ്യമാക്കിയാണ് പഴയങ്ങാടി പോലീസ് എരിപുരം കവലയിൽ പരിശോധന കർശനമാക്കിയത്. എരിപുരം റെസ്റ്റ് ഹൌസിന് സമീപത്തുള്ള ഇറക്കവും വളവ് തിരിഞ്ഞുള്ള ഈ റോഡിലാണ് പരിശോധനക്കാരുടെ സങ്കേതം. വളവ് തിരിയുമ്പോൾ തന്നെ കാക്കി നിറം കാണുമ്പോൾ ഒന്ന് പരുങ്ങുന്ന ഇരുചക്ര വാഹനക്കാർ പെട്ടെന്ന് ബ്രേക്കിടുന്നു. പിന്നിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ എന്ന് പോലും ആലോചിക്കാറില്ല. ചിലപ്പോൾ പോലീസിനെ കാണാതെ വെട്ടിച്ച് ഒരു തിരിച്ചുപോക്കുമുണ്ട് അമിത വേഗതയിൽ. മുൻപും പിൻപും നോക്കാതെയുള്ള ഇക്കൂട്ടർ വരുത്തിവെക്കുന്ന അപകടങ്ങൾ ചെറുതൊന്നുമല്ല. ഭാഗ്യം കൊണ്ടാണ് പലരും ഇവിടെ നിന്ന് അപകടം പറ്റാതെ രക്ഷപ്പെടുന്നത്. അപൂർവം ചിലർ മാത്രമാണ് പിഴയടിച്ച് കടന്നു പോകുന്നത്. അധികൃതർ നിയമം നടപ്പിലാക്കുമ്പോൾ ഇത്തരം അപകട വളവുകളിൽ നിന്നുള്ള ഹെൽമറ്റ് വേട്ട ഒന്നുകൂടി ആലോചിച്ച് ചെയ്തുകൂടെ എന്നാണ് ജനം ചോദിക്കുന്നത്. കരിവള്ളൂർ പേരളം കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ മാസച്ചന്ത ഓണക്കുന്നിൽ ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് കഴിക്കാനുള്ള പച്ചക്കറി അവർ പ്രത്യേകമായിട്ട് കൃഷി ചെയ്യുകയും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പച്ചക്കറി അതിൽ വിഷമയമാക്കി മാറ്റുന്നത് നിലയും നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കുടുംബശ്രീകൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണ് മാസച്ചന്തയിലുള്ളത്. നേന്ത്രക്കായ, കപ്പ, തേൻ, ചീര, കാന്താരി തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും ചന്തയിലുണ്ട്. മായങ്ങളോ വിഷാംശങ്ങളോ തീരെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്ക് എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. MSc നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർമാർ സംബന്ധിച്ചു.
കണ്ടോത്ത് പാട്യം സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സുബ്രഹ്മണ്യ ഷേണായി അനുസ്മരണം ഇന്നലെ പെയ്ത മഴ സംഘടിപ്പിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തീർത്തും വിഭിന്നമായി ജാതീയ ആശയങ്ങൾക്ക് മേൽക്കൈ കിട്ടണം എന്നാഗ്രഹിച്ച് ജാഥ നടത്തുന്നൊരു കാലം. പരിപാടിയുടെ ഭാഗമായി നഗരസഭാ കൗൺസിലർമാരായ കെ പവിത്രൻ, പാവൂർ നാരായണൻ മാസ്റ്റർ, ടി ഉഷ എന്നിവർക്ക് സ്വീകരണം നൽകി. പി വാമദേവൻ ചടങ്ങിൽ അധ്യക്ഷനായി. അച്യുതൻ പുത്തലത്ത്, വി ശോഭ, മിഥുൻ, കെ മിഥുൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. തുടർന്ന് ലഗാൻ സിനിമാ പ്രദർശനവും അരങ്ങേറി. കുഞ്ഞിമംഗലം ശ്രീ മാന്യമംഗലം വേട്ടയ്ക്കൊരുമകൻ സോമേശ്വരി ക്ഷേത്രത്തിൽ വിളക്കുപൂജ നടത്തി. കൊപ്പൽ ചന്ദ്രശേഖരൻ നേതൃത്വം നൽകി. രാവിലെ 5:30 മുതൽ വിശേഷാൽ പൂജകൾ, പുരാണ പാരായണം, സത്സംഗം എന്നിവയും നടന്നു. വൈകിട്ട് 6 മണിയോടെയാണ് ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിച്ചത്. അതിൽ തന്നെ ചരിത്രകാരന്മാർ പറയുന്നു, ഋഗ്വേദം തുടങ്ങുന്നത് ഓം അഗ്നിമീവേ പുരോഹിതം. അഗ്നി എന്ന വാക്കാണ്. പ്രപഞ്ച ജ്യോതിസാണ് ശരിക്ക് പറഞ്ഞാൽ നമ്മൾ പറയുന്നതെന്ന് ഞാൻ എല്ലാവരും കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കാലുവേദന തുടങ്ങിയിട്ടുണ്ട്. കുറേ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ഉപക്ഷേത്രവും ദീപാലങ്കാരത്താൽ ശോഭിച്ചു. തുടർന്ന് വിളക്കുപൂജയും ലളിത സഹസ്രനാമ സമൂഹാർച്ചനയും നടന്നു. കൊപ്പൽ ചന്ദ്രശേഖരൻ മാസ്റ്റർ വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകി. പയ്യന്നൂർ വനിതാ പോളിടെക്നിക്കിന്റെയും പെരിങ്ങോം വൈക്കര പ്രസ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ സൗജന്യ LED ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് പെടേന കുഞ്ഞിരാമൻ അധ്യക്ഷനായി. സ്വയം തൊഴിൽ സംരംഭം എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ പരിശീലന പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം നടന്നത്. ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടിയുടെ ഉദ്ഘാടനം പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി നളിനി നിർവഹിച്ചു. ജെയ്സൺ ജോസ്, ദിലീപ്, മനോജ് ചെറുപുഴ, TV വിജയൻ, ജെയിംസ് ഇടപ്പള്ളി, മഹേഷ് ഉമ്മറപ്പൊയിൽ എന്നിവർ സംസാരിച്ചു. രാമന്തളി ശ്രീ കുറുവന്തട്ട കഴകം പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ ഇനി പാട്ടുമഹോത്സവ നാളുകൾ. ഡിസംബർ 3 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കാർത്തിക വിളക്കോടെയാണ് തുടക്കമായത്. പൂമാല ഭഗവതിയുടെ നക്ഷത്രമായ കാർത്തിക നാളിലാണ് ഇവിടെ പാട്ട് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ക്ഷേത്രം മന്ദിതിരിയൻ പ്രധാന വിളക്കിൽ ദീപം പകർന്നതിന് ശേഷം ഭക്തജനങ്ങൾക്ക് നൽകി. തുടർന്ന് ക്ഷേത്രവും പരിസരവും ദീപപ്രഭയിൽ നിറഞ്ഞു. കുരുന്നുകളടക്കം വലിയ ഭക്തജനക്കൂട്ടം ക്ഷേത്രത്തിലെത്തിയിരുന്നു. തുടർന്ന് രാത്രി ഡാൻസ് നൈറ്റും നടന്നു. 26-ന് രാത്രി 7-ന് വനിതാ കോൽക്കളിയും ചരടുകുത്തിക്കളിയും കളരിപ്പയറ്റും, 27-ന് വൈകിട്ട് മ്യൂസിക്കൽ ഫിഷൻ, 28-ന് രാത്രി വർണ്ണശബളമായ കാഴ്ചവരവ്, 6-ാം പാട്ട് ദിവസമായ 30-ന് കുറത്തി നാടകവും, 7-ാം പാട്ട് നാളായ ഡിസംബർ 1-ന് രാത്രി നൃത്തനൃത്യങ്ങളും, 9-ാം നാളായ ഡിസംബർ 3-ന് കളത്തിലേരി മഹോത്സവവും അന്നദാനവും നടക്കും. അതായത് വൃശ്ചിക മാസത്തിലേക്ക് കാർത്തിക നക്ഷത്രമാണ് പൂമാല ഭഗവതി അമ്മയുടെ ജന്മനക്ഷത്രം. ആ നക്ഷത്ര ദിവസമാണ് ഇവിടെ കാർത്തിക ദീപം തെളിയിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് 8 പാട്ടാണ്. കാർത്തിക മുതൽ പാട്ട് തുടങ്ങി 8-ാം പാട്ട് കഴിഞ്ഞ് 9-ാമത്തെ ദിവസം കളത്തിലേരിയാണ്. കളത്തിലേരിയും തേങ്ങേറും കഴിഞ്ഞ ഉത്സവം സമാപിച്ചു. പെരിന്തട്ട സംഘമിത്ര മാതൃഭൂമി സ്റ്റഡി സർക്കിൾ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ജൈവ പച്ചക്കറി കൃഷിയും സംഘമിത്ര വായനശാലയുടെ ഉദ്ഘാടനവും തണ്ടനാട്ടുപോലിൽ നടന്നു. ജില്ലാ കളക്ടർ ബാലകിരണ AS ഉദ്ഘാടനം ചെയ്തു. ജില്ലാതല ജൈവ പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ദിനകരൻ കൊമ്പിലാത്ത് സ്റ്റഡി സർക്കിൾ ജില്ലാ പ്രസിഡന്റ് ടി അംബരീഷിന് വിത്ത് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. സംഘമിത്ര വായനശാലയുടെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ തളിപ്പറമ്പ് താലൂക്ക് സെക്രട്ടറി വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ക്ലബ്ബ് സെക്രട്ടറി അനീഷ് KRന് പുസ്തകം നൽകിക്കൊണ്ട് നിർവഹിച്ചു. കലാകായിക രംഗത്ത് കഴിവ് തെളിയിച്ചവരെ ചടങ്ങിന്റെ ഭാഗമായി പള്ളിയറ ശ്രീധരൻ ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് പാമ്പുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് പവിത്രൻ നന്നൂക്കാരൻ നേതൃത്വം നൽകി. വിസ്മയ സംഗീത സന്ധ്യ, നൃത്യങ്ങൾ തുടങ്ങിയ പരിപാടികളും അരങ്ങേറി. ക്ലബ്ബ് രക്ഷാധികാരി ആനന്ദ് M, സെഫിൻ KP, അമർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. എരമന്നോർത്ത് LP സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് സംഘടിപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ പാഠ്യപദ്ധതി പ്രകാരം കുട്ടികളിലെ ഭാവന, സർഗാത്മകത, ഏകാഗ്രത തുടങ്ങിയ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി പടവ് പിലാത്രയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദിന പരിശീലന ക്യാമ്പ് നടന്നത്. എരമംകുറ്റൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP രമേശൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KP വിജയൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ C വിജയൻ മാസ്റ്റർ, മായ VK, മനോഹർ നായർ, KM സോമൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. AO BM രാജീവൻ മാസ്റ്റർ ക്യാമ്പ് സന്ദർശിച്ചു.
പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് അന്നൂർ UP സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം റോട്ടറി ഗവർണർ കെ ശ്രീധരൻ നമ്പ്യാർ നിർവഹിച്ചു. പയ്യന്നൂർ റോട്ടറി ക്ലബ്ബ് അന്നൂർ UP സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം റോട്ടറി ഗവർണർ കെ ശ്രീധരൻ നമ്പ്യാർ നിർവഹിച്ചു. ഞാൻ MLA കാര്യങ്ങൾ സംസാരിക്കും. MLA പറഞ്ഞു MLAയുടെ കാര്യങ്ങൾ മുഴുവനും ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. റോട്ടറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റോട്ടറിയും ഗവൺമെന്റ് സ്കൂൾ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പല എയ്ഡഡ് സ്കൂളുകളിലും ഇത്തരം ഫെസിലിറ്റീസ് കൊടുക്കാനുള്ള പല സാഹചര്യങ്ങളില്ലാത്ത പല എയ്ഡഡ് സ്കൂളുകളുണ്ടായിരുന്നു. അപ്പോൾ റോട്ടറി അത് എയ്ഡഡ് സ്കൂളുകളെ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്മാർട്ട് ക്ലാസ് CR നമ്പ്യാർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ M വിനോദ് കുമാർ, സ്മിത, MV ബാലകൃഷ്ണൻ, PP രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞങ്ങാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസും കാലിക്കടവ് S&S ഡ്രൈവിംഗ് സ്കൂളും സംയുക്തമായി പിലിക്കോട് C കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ, നമുക്ക് വാഹനം ഓടിക്കുവാൻ വേണ്ടി നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ത്? ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ. വാഹനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സജിത്ത് ക്ലാസ് എടുത്തു. പ്രിൻസിപ്പൽ PC ചന്ദ്രമോഹനൻ അധ്യക്ഷനായി. K പ്രകാശൻ, ശ്രീജിത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. രാജ്യത്ത് അസഹിഷ്ണുത പെരുകുന്നുവെന്നും തന്റെ കുടുംബത്തിന് ഇവിടെ കഴിയാൻ ഭയമാകുന്നുവെന്നും അമീർ ഖാൻ. നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. പക്ഷേ ഈ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിൽ വ്യത്യസ്തമായ പല നടപടികളും സ്വീകരിച്ചതുകൊണ്ട് ഞാൻ വ്യക്തമായി ഓരോരോ കാര്യവും പറയുന്നില്ല. വ്യത്യസ്തമായ കാഴ്ചപ്പാട് അവർ കാണിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ അസഹിഷ്ണുത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അമീർ ഖാനെ പോലെയുള്ള സാംസ്കാരിക നായകന്മാർ, അതുമാതിരി സിനിമാ ഫീൽഡിലെ വലിയ വലിയ വ്യക്തിത്വങ്ങളാണ് അവർ തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ജീവിക്കണം. ഇന്ത്യയിൽ തന്നെ ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതി വർഗീയതയോ നിഴൽ അല്ലെങ്കിൽ മുൾമനയിൽ അവരെ തീർച്ചയായിട്ടും നിർത്താൻ പറ്റുന്നതല്ല. ഒരിക്കലും ഇവിടെ ജീവിച്ചിരുന്ന ഭാരതവർഷത്തിലെ പൂർവ്വരാജ ഋഷീന്ദ്രന്മാർ പാരനിലടിക്കല്ല് പാർത്ത് കണ്ടിരുന്നവർന്നാണ്. ഇവിടെ ആർക്കും സ്വച്ഛമായ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വച്ഛമായ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഭൂമി എല്ലായിടത്തും ഉള്ളത്, എല്ലാവർക്കും കൂടെ ജീവിക്കാനുള്ള അവകാശം വേണമെന്ന് വെച്ചാൽ നമ്മുടെ അഭിപ്രായം. ജാതിക്ക് മതത്തിലുള്ള അതീതമായിട്ട് എല്ലാവരും മനുഷ്യരാണ്. ജാതികളുടെ പല വിശ്വാസങ്ങളുണ്ടാവും, വിശ്വാസ പ്രമാണങ്ങൾ പല ഇതുണ്ടാവും. എന്നാൽ നമ്മളെ ഇങ്ങനെ ജീവിക്കാനുള്ള അവകാശം കൊടുക്കണം. ആയിരിക്കും ഭൂമി എല്ലായിടത്തും ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന ഈ അസഹിഷ്ണുത പിന്നെ അമീർ ഖാൻ മാത്രമല്ല, അമീർ ഖാനെ പോലെയുള്ള ഒരുപാട് ആളുകൾ, അതായത് ഈ പിന്നെ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ അവർ വളരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമീർ ഖാൻ പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പോൾ അമീർ ഖാൻ മാത്രമല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഇന്ത്യൻ ജനത വളരെ പിന്നെ സഹിഷ്ണുത ഉള്ള ജനതയാണ്. ആ ജനതയ്ക്കെതിരായിട്ടാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ അസഹിഷ്ണുത. യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. അറിയിപ്പുകൾ. ഹോട്ടൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി ഭരണസാരഥ്യം ഏറ്റെടുത്ത പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിനും വൈസ് ചെയർമാൻ KP ജ്യോതിക്കും വാർഡ് കൗൺസിലർ V നന്ദകുമാറിനും സെപ്റ്റംബർ 29 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് അസോസിയേഷൻ ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ സ്വീകരണം നൽകുന്നു. പയ്യന്നൂർ MRCHന്റെ ആഭിമുഖ്യത്തിൽ പുതുതായി അധികാരമേറ്റ നഗരസഭാ അംഗങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് സ്വീകരണം നൽകും. IRPC കരിവള്ളൂർ നോർത്ത് ലോക്കൽ ഗ്രൂപ്പ്, യങ്മൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂക്കാനം, പരിയാരം മെഡിക്കൽ കോളേജ്, നഗരാരോഗ്യ കേന്ദ്രം പയ്യന്നൂർ, കരിവള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ നിവാരണ ബോധവൽക്കരണ ക്ലാസും പഠന പ്രദർശനവും നവംബർ 28 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ കൂക്കാനം യങ്മൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ വെച്ച് നടക്കും.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവരാവകാശ രേഖയിൽ തെറ്റായ വിവരം. തൃക്കരിപ്പൂർ പഞ്ചായത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി BJP. രണ്ടാം ബർദോളിയിലെ സ്വാതന്ത്ര്യ സമര സ്മരണകൾ അനാഥമാവില്ല. പയ്യന്നൂർ പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഇനി സംരക്ഷിത സ്മാരകം. ഏഴിമല നാവിക അക്കാദമി 89ാമത് ബാച്ച് പുറത്തിറങ്ങി. മാടായിപ്പാറ സംരക്ഷണത്തിനായി ഇരുമ്പുവേലി ഒരുങ്ങുന്നു. പാട്ടുത്സവ നിറവിൽ ക്ഷേത്രങ്ങൾ. രാവുകൾ പകലുകളാക്കി ഭക്തർ. സുമനസുകളുടെ സഹായം കാത്ത് ആലപ്പടമ്പ് കുണ്ട്യത്തിലെ സുധാമണി. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.